ഈ GDP അപകടത്തിലോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉയരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാവി അതായത് ഭാവിയെ ബാധിക്കുന്ന 5 സാമ്പത്തിക ഭീഷണികളും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതായത് അതിവേഗം വളരുന്ന ലോക സമ്പദ് വ്യവസ്ഥ എന്ന ഖ്യാതിയിലേക്ക് ഇന്ത്യ കുതിക്കുമ്പോൾ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയെ ആശങ്കയിലാക്കുന്നു. മാന്ദ്യ ഭീഷണിയും അമേരിക്കൻ നയങ്ങളിലെ മാറ്റങ്ങളും ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് വിവിധ സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് അമേരിക്കൻ വ്യാപാര ബന്ധങ്ങൾ കരുനിഴൽ വീഴ്ത്തുന്ന അനിശ്ചിതത്വം, ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയായ അമേരിക്കയുമായുള്ള ശക്തമായ വ്യാപാര കരാർ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. 2040 8% GDP വളർച്ച എന്ന ലക്ഷ്യം നേടണമെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാര കരാർ നിർണായകമാണെന്ന് മക്കൻസിയിലെ വിദഗ്ധനായ വിവേക് പണ്ഡിറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ കരാറിലുണ്ടാവുന്ന ഏത് മാറ്റവും ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. അതായത് RBIയുടെ ആശങ്കകൾ ഗ്രാമീണ മേഖലയിലും വിദേശ നിക്ഷേപത്തിലും ഇടിവുണ്ടാകുന്നത് വലിയ ഭീഷണിയായി തീരുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഗ്രാമീണ മേഖലയിലെ ആവശ്യകത കുറയുന്നതും അമേരിക്കയുടെ നയങ്ങളിലെ അനിശ്ചിതത്വങ്ങളും ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഭീഷണിയാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലയിരുത്തുന്നു. ആഗോളതലത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനാൽ വിദേശ നിക്ഷേപം കുറയാനും ഇത് കാരണമാകും. അമേരിക്കൻ തീരുവകൾ തൊഴിൽ മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% വരെ അധിക തീരുവ ചുമത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഈ നീക്കം തൊഴിലധിഷ്ഠിത മേഖലകളായ ടെക്സ്റ്റൈൽസ്, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കും. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ GDP വളർച്ച 0.2 മുതൽ 0.5% വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ തന്ത്രം അതായത് ആശ്രയത്വം കുറച്ച് വളർച്ചയുടെ പുതിയ പാത സൃഷ്ടിക്കുന്നു. ഈ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ അതിൻ്റെ കയറ്റുമതി പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കാനുള്ള തന്ത്രപരമായ മാറ്റം ഇന്ത്യയുടെ വളർച്ചയെ ദീർഘകാല അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് പ്രതീക്ഷകൾക്കപ്പുറം ഈ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 7.8% ഉയർന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. അതായത് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച പ്രതീക്ഷകളെ മറികടന്നു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വളർച്ചാ നിരക്ക് 7.8% ഉയർന്നത്. കഴിഞ്ഞ 5 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് സ്ഥിതിവിവര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. സേവന മേഖലയിലെ ശക്തമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ GDP വളർച്ചയെ സഹായിച്ചു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യ പാദത്തിൽ വളർച്ചാ നിരക്ക് 7.4% ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദ്യപാദ വളർച്ചയായ 6.5% മുകളിലായിരുന്നു. ഇതിനെല്ലാം മറികടക്കുന്നതാണ് ഏറ്റവും പുതിയ വളർച്ചാ നിരക്ക്. ഏപ്രിൽ ജൂൺ പാദത്തിൽ GDP വളർച്ച 6.5% കുറയുമെന്നായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവചനം. ജനുവരി മാർച്ച് കാലയളവിൽ രേഖപ്പെടുത്തിയ 7.4% താഴെയായിരിക്കും വളർച്ചയെന്നാണ് മറ്റ് സാമ്പത്തിക വിദഗ്ധരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രവചനങ്ങൾക്കപ്പുറമുള്ള അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ആഗോള സാമ്പത്തിക സാധ്യതകൾക്ക് നേരെ വെല്ലുവിളി ഉയരുകയും നയരൂപീകരണക്കാർ പ്രതിസന്ധിയിലാവുകയും ചെയ്ത പ്രക്ഷുബ്ധ കാലയളവിലായിരുന്നു ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള GDP വളർച്ച. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന ഖ്യാതി ഏതായാലും കൂടുതൽ ഉറപ്പിക്കുന്നതായിരുന്നു ഈ നേട്ടം. US-ലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 60% തീരുവ ഏർപ്പെടുത്തിയത് ഈ മാസം 27-ന് പ്രാബല്യത്തിലായി. എന്നാൽ ലെവി ഇരട്ടിയാക്കുമെന്ന് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. റഷ്യൻ ആയുധങ്ങളും എണ്ണയും ഇന്ത്യ തുടർച്ചയായി വാങ്ങുന്നതിനെതിരെയുള്ള ഈ നീക്കം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇതുവരെ ബാധിച്ചിട്ടില്ലെന്ന് ഇത് ഉള്ള കണക്കുകൾ അനുസരിച്ച് വ്യക്തമാക്കുന്നു. US-ൻ്റെ ഉയർന്ന താരിഫ് ചുമത്തൽ ഏതായാലും താരിഫ് ഇത് കൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിടേണ്ടി വരുന്ന ഏതൊരു തകർച്ചയ്ക്കും പുതിയ വളർച്ചാ നിരക്ക് ആശ്വാസമാകുമെന്ന് ബാങ്ക് ഓഫ് ബറോഡയിലെ ചീഫ് എക്കണോമിസ്റ്റ് വ്യക്തമാക്കി. സേവന മേഖലയുടെ വളർച്ച 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 9.3% എത്തിയതിൻ്റെ പിൻബലത്തിലാണ് ഏപ്രിൽ ജൂൺ കാലയളവിൽ വളർച്ച കുത്തനെ ഉയർന്നത്. ജൂലൈ ആരംഭം മുതലുള്ള ഉയർന്ന ഫ്രീക്വൻസി ഡേറ്റ സേവന മേഖലയിലെ തുടർച്ചയായ വളർച്ചയെ സൂചിപ്പിക്കുന്നുമുണ്ട്. വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, ആശയവിനിമയം, പ്രക്ഷേപണം എന്നീ മേഖലകളിലെ മൊത്തം മൂല്യവർധന വളർച്ച ജനുവരി മാർച്ച് മാസങ്ങളിൽ 6%-ൽ നിന്നും 8.6% വർദ്ധിച്ചത് GDP വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സേവനങ്ങൾ 9.5% മൂല്യവർധന വളർച്ച കൈവരിച്ചതും നേട്ടമായി.
പൊതുഭരണം, പ്രതിരോധം, മറ്റ് സേവനങ്ങൾ എന്നിവയുടെ മൂല്യവർധന വളർച്ചയിലും പുരോഗതി ഉണ്ടായിരുന്നു. സേവനങ്ങൾക്ക് പുറമെ പ്രാഥമിക, ദ്വിതീയ മേഖലകളും ഏപ്രിൽ ജൂൺ കാലയളവിൽ ശക്തമായ വളർച്ച കാണിച്ചു. കാർഷിക മേഖല 3.7% വികസിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ 1.5% നിന്ന് ഇരട്ടിയിലധികമാണ് ഇത് വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ മഴ നിമിത്തം ഖനന, ക്വാറി മേഖലയിൽ വളർച്ച കുറഞ്ഞു. വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, മറ്റ് യൂട്ടിലിറ്റി സേവനങ്ങൾ എന്നിവയും മഴ പ്രതികൂലമായി ബാധിച്ചു. ഇതിനിടയിൽ ഉൽപ്പാദന മേഖല ശ്രദ്ധേയമായ വളർച്ചയും കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആഗോള സാമ്പത്തിക സാധ്യതകൾക്ക് നേരെ വെല്ലുവിളി ഉയരുകയും നയരൂപീകരണക്കാർ പ്രതിസന്ധിയിലാവുകയും ചെയ്ത പ്രക്ഷുബ്ധ കാലയളവിലൂടെയാണ് ആദ്യപാദത്തിൽ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള GDP വളർച്ച. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന ഖ്യാതി കൂടുതൽ ഉറപ്പിക്കുന്നതായിരുന്നു ഈ നേട്ടം. US-ലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയത് ഈ മാസം 27-ന് പ്രാബല്യത്തിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ലെവി ഇരട്ടിയാക്കുമെന്ന് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. റഷ്യൻ ആയുധങ്ങളും എണ്ണയും ഇന്ത്യ തുടർച്ചയായി വാങ്ങുന്നതിനെതിരെയുള്ള ഈ നീക്കം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇതുവരെ ബാധിച്ചിട്ടില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. US-ന്റെ ഉയർന്ന താരിഫ് ചുമത്തൽ കൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിടേണ്ടി വരുന്ന ഏതൊരു തകർച്ചയ്ക്കും പുതിയ വളർച്ചാ നിരക്ക് ആശ്വാസമാകുമെന്ന് ബാങ്ക് ഓഫ് ബറോഡയിലെ ചീഫ് എക്കണോമിസ്റ്റ് വ്യക്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇന്ത്യയുടെ GDP വളർച്ച 7.8% ഉയർന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്നിരുന്നാൽ കൂടിയും ഈ GDP അപകടത്തിലോ എന്നുള്ളൊരു ആശങ്ക സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിവേഗം വളരുന്ന ലോക സാമ്പദ് വ്യവസ്ഥ എന്ന ഖ്യാതിയിലേക്ക് ഇന്ത്യ കുതിക്കുമ്പോൾ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയെ അനിശ്ചിതത്തിലാക്കിയിരിക്കുകയാണ്. മാന്ദ്യ ഭീഷണി, അമേരിക്കൻ നയങ്ങളിലെ മാറ്റങ്ങളും ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് വിവിധ സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അമേരിക്കൻ വ്യാപാര ബന്ധങ്ങളിൽ കരിനിഴൽ വീഴ്ത്തുന്ന അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയായ അമേരിക്കയുമായുള്ള ശക്തമായ വ്യാപാര കരാർ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ്.